ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഓവനും ബീറ്ററൊന്നും ഇല്ലാതെ ചുരുങ്ങിയ സമയം കൊണ്ട് എളുപ്പത്തിലൊരു കേക്ക് ഉണ്ടാക്കിയാലോ. ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് 30 രൂപയുടെ 2 കവർ ഓറിയോ ബിസ്ക്കറ്റാണ്. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 2 ഫ്ലേവറിലുള്ള ഓറിയോ ബിസ്ക്കറ്റാണ്. കുഴപ്പമില്ല, അത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരേ ഫ്ലേവറിലുള്ള എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ ഒരു 2 കവർ ഓറിയോ ബിസ്ക്കറ്റ് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ടതിന് ശേഷം ഇനി അതിലെ ആ ഒരു ക്രീം ഉണ്ടല്ലോ, ആ ഓറിയോ ബിസ്ക്കറ്റിനകത്ത് ക്രീം മാത്രമായിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ഈ ക്രീമും ബിസ്ക്കറ്റും എല്ലാം ഇതുപോലെ സെപ്പറേറ്റ് ആക്കി മാറ്റിയതിന് ശേഷം ഇനി ഈ ബിസ്ക്കറ്റ് മാത്രമായി ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 3/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നമുക്ക് ഈ ബിസ്ക്കറ്റ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. തരികളൊന്നും ഇല്ലാതെ നല്ല പൗഡർ പരുവത്തിൽ വേണം പൊടിച്ചെടുക്കാൻ. ശേഷം ഈ പൊടിച്ചെടുത്ത ബിസ്ക്കറ്റ് പൊടി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് പാല് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. പാല് ആദ്യമേ ഓവറായിട്ട് ചേർത്ത് കൊടുക്കാൻ പാടില്ല. കുറേശ്ശെ ചേർത്ത് കൊടുത്ത് വേണം നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ. അതായത് ഇതിൻ്റെ ആ ഒരു തിക്നെസ് കൂടിപ്പോകാനും അതുപോലെ കുറഞ്ഞു പോകാനും പാടില്ല. ഏകദേശം ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ വേണം നമുക്കിത് കലക്കിയെടുക്കാൻ. അങ്ങനെ 3-4 തവണകളിലായി പാല് ചേർത്ത് കൊടുത്ത് ഈ കാണുന്നത് പോലെ ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഈ കേക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ കേക്ക് തയ്യാറാക്കാനായിട്ട് നമ്മളൊരു റൗണ്ട് ഷേപ്പിലുള്ള മോൾഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലതുപോലെ എണ്ണ തടവി കൊടുത്തതിന് ശേഷം വേണം നമ്മുടെ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ ഈ കേക്ക് വെന്തതിന് ശേഷം ഡീമോൾഡായി കിട്ടാൻ ഇച്ചിരി പ്രയാസപ്പെടും. അപ്പോൾ ഈ ബാറ്റർ ഇതിലേക്ക് മാറ്റിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയുമായി കഴിഞ്ഞാൽ ഇനി നമുക്കിതൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കണം. അതിനായിട്ട് നമ്മളൊരു കടായി പാനിൽ അല്പം വെള്ളം എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ച് തുടങ്ങുമ്പോഴേക്കും വെള്ളത്തിൽ മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ ഒരു റിങ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെയായി ഈ ബാറ്റർ അടങ്ങിയ മോൾഡ് വെച്ച് കൊടുക്കാം. ശേഷം ഈ കടായി പാൻ ഒരു ലിഡ് ഉപയോഗിച്ചടച്ച് 30 മിനിറ്റോളം നമുക്കിത് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ 30 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് വെന്തിട്ടുണ്ടോ എന്നറിയണം. അതിനായിട്ട് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഇതുപോലുള്ള നല്ലൊരു പച്ച ഈർക്കിലോ ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കിയാൽ തന്നെയും അറിയാൻ പറ്റും. അതിൽ ആ ഒരു ജലാംശമോ ഒന്നും തന്നെ ഇല്ലെന്നുണ്ടെങ്കിൽ വെന്തൊന്ന് ഉറപ്പിക്കാം. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ട് ഇനി നമുക്കിതിലെ ആ ഒരു ക്രീം ഉണ്ടല്ലോ, അതൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റാം. ഒപ്പം തന്നെ കുറച്ച് പാല് കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പാല് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഈ ക്രീമൊന്ന് അലിയിച്ചെടുക്കണം. അതിനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കടായിലെ വെള്ളത്തിലേക്ക് ഈ പാത്രം ഒന്ന് താഴ്ത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പാത്രം ചൂടാകുന്നതിനനുസരിച്ച് ക്രീം നല്ലതുപോലെ അലിഞ്ഞു കിട്ടും. അപ്പോൾ ക്രീം നന്നായിട്ട് തന്നെ അലിഞ്ഞു കിട്ടിയതിന് ശേഷം ഇനി ഇതിലേക്ക് 55 രൂപയുടെ ഒരു ഡയറി മിൽക്ക് ചോക്ലേറ്റ് ചെറിയ കഷ്ണങ്ങളായി പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഡയറി മിൽക്ക് ചോക്ലേറ്റ് ഓപ്ഷണലാണ്, ചേർക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. നമ്മളിവിടെ അതും കൂടി ഈ ഒരു ക്രീമിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം തുടരെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും അതിലെ ആ ഒരു ചൂടേറ്റ് ഈ ഡയറി മിൽക്ക് ചോക്ലേറ്റും വളരെ പെട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടും. അങ്ങനെ ഇവിടെ ഈ ക്രീമും അതുപോലെ ചോക്ലേറ്റും എല്ലാം നല്ലതുപോലെ അലിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി മാറ്റി വെച്ച കേക്ക് ഉണ്ടല്ലോ, അതിൻ്റെ വശങ്ങൾ ഒരു കത്തി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് തട്ടാം. അപ്പോൾ കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഓവൻ ഇല്ലാത്തവർക്ക് പോലും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ കേക്കാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഓറിയോ കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ കേക്കിന് മേലെയായിട്ട് നമ്മൾ നേരത്തെ അലിയിച്ച് മാറ്റി വെച്ച ഡയറി മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. ശേഷം നിങ്ങളാൽ കഴിയുന്നത് പോലെയൊക്കെ ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുവേണ്ട സാധന സാമഗ്രികളൊന്നും ഉണ്ടാവാൻ വഴിയില്ല. അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള മട്ടിൽ ഉള്ള സാധനം ഉപയോഗിച്ച് നമ്മളിവിടെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇടയ്ക്ക് കേക്കൊക്കെ ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റേതായ ടൂൾസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ഈ ഒരു ഓറിയോ കേക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ഓവനും ബീറ്ററും ഒന്നും ആവശ്യമില്ല. നമ്മുടെ ആ ഒരു കടായി പാനും ഒരു റിങ്ങും ഉണ്ടെങ്കിൽ തന്നെയും അതിലേക്ക് വെച്ച് നമുക്കിത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ അതുപോലെ എല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.